കുഷ്ഠരോഗികളെ ശുദ്ധമാക്കും, പക്ഷവാതക്കാരന്റെ വേദന മാറ്റും. എന്താണ് നിന്റെ വേദന? മാനസിക സംഘർഷങ്ങളാണോ? സമാധാനമില്ലാത്ത കുടുംബമാണോ? മറ്റാരോടും പറയാൻ കഴിയാത്ത വണ്ണം ചിരിനാറുന്ന ദുർഗന്ധം ഭവിക്കുന്ന കുടുംബജീവിതമാണോ? എനിവേ, എന്തുമായിക്കൊള്ളട്ടെ, യേശുവിന് മനസ്സുണ്ട്. പക്ഷവാതക്കാരാ, നിന്നെ ആശ്വസിപ്പിക്കാൻ യേശുവിന് മനസ്സുണ്ട്. നിന്റെ വേദന എന്തായാലും ഈ രാത്രി പറഞ്ഞിട്ടേ പോകാവൂ. നീ യാദൃശ്യമായി വന്നതല്ല. കഴിഞ്ഞ രാത്രിയിൽ നേരം കുറവായതുകൊണ്ട് ഞാൻ പ്രസംഗിച്ച് അവസാനിപ്പിച്ചതിന്റെ ശേഷിപ്പുള്ളത് പറയുവാൻ ഞാനത് ക്രമീകരിച്ചപ്പോഴാണ് എന്നോട് കർത്താവ് പറഞ്ഞത്, യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് നീ ജനത്തോട് പറഞ്ഞേക്കാൻ. ഇന്ന് രാത്രി വിശ്വസിക്കാം, യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ നമ്മെ വിടുവിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ വേദനകൾ എന്തായാലും നമുക്ക് പോയി കർത്താവിനോട് പറയണം, കർത്താവേ, ഇന്നതാണ് എന്റെ അവസ്ഥ, 100% എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇച്ഛിക്കാത്ത തിന്മകളാണ്, ഇച്ഛിക്കാത്ത തിന്മ എന്നെ പിന്തുടരുകയാണ്. സാത്താൻ എന്റെ മേൽ ആധിപത്യം പിടിക്കുകയാണ്. അവൻ എന്നെ നാൾക്ക് നാൾ വലിഞ്ഞു മുറുക്കുകയാണ്. അയ്യോ, ഈ രാത്രിയിൽ നീ എന്നെ ഒന്ന് വിടുവിക്കണം. ഇനി ഒരു നിമിഷമേ ഉള്ളെങ്കിലും യേശുവേ, ആ വിടുതൽ എന്റെ ജീവിതത്തിൽ ഒന്ന് അനുഭവിച്ചറിയണം. യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒന്നാമത്തെ വിഷയം ശുദ്ധീകരണമാണ്. ഇന്ന് രാത്രി മനസ്സുണ്ട്, അവൻ നിന്നെ ശുദ്ധീകരിക്കും. യെരൂശലേം എന്ന നഗരത്തിൽ നിനക്ക് അവകാശമുണ്ട്. നീ അശുദ്ധനല്ലോ, നീ വിശുദ്ധനത്രേ. വിശുദ്ധീകരിക്കുവാൻ യേശുവിന് മനസ്സുണ്ട്. പക്ഷവാതം പിടിച്ച്, കഠിനമായ വേദന പിടിച്ച്, ആശ്വാസമറ്റ് ആരാശ്വസിപ്പിക്കും? ലോകത്തിലെ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ദൈവം. ആശ്വാസത്തിന് എവിടെയാണ്? ആരാശ്വസിപ്പിക്കും? പണം മനുഷ്യനെ ആശ്വസിപ്പിക്കും? ഒന്നുമില്ല ദൈവമക്കളെ. പണത്തിനൊന്നും മനുഷ്യനെ ആശ്വസിപ്പിക്കാനൊക്കത്തില്ല. നമ്മൾ ചിലപ്പോ ഒരു മനുഷ്യനോടൊക്കെ ആശ്വാസത്തിന്റെ 2 വാക്കെന്ന് പറഞ്ഞാൽ മതി. ക്ഷണത്തില് ഒരു വലിയ ആശ്വാസവും. ഒരു ക്യാൻസർ രോഗിയായ ഒരാളെ എനിക്കറിയാം. അദ്ദേഹം കുറെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തിട്ട് സുഖം കിട്ടിയില്ല. ഞാൻ ചുമ്മാ തോളത്ത് തൊട്ടിട്ട് പറഞ്ഞു, എടോ മത്തായിച്ചോ, തനിക്ക് ക്യാൻസർ ഒന്നുമില്ലടോ, താനൊരു 13 വർഷം കൂടെ ജീവിക്കോടോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത കാലത്ത് താൻ തന്റെ സ്നേഹിതനോട് പറയുകയാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്ര വർഷം ജീവിക്കും, ഇനി ഞാൻ എന്ത് രോഗമായിക്കൊള്ളട്ടെ, ദൈവം വിശ്വസ്തനാണ്. ദൈവമക്കളെ, ആശ്വാസം ഒരു വലിയ വിഷയമാണ്. ആര് നമ്മളെ ആശ്വസിപ്പിക്കും? പക്ഷവാതം പിടിച്ചു, അവന് ജീവനുണ്ട്, ചലനശേഷിയില്ല. അവന്റെ യജമാനൻ വന്നു പറഞ്ഞു, സംഭവം ഇന്നതാണ്. ലോകത്തിലേക്ക് നോക്കൂ, എത്ര കുടുംബങ്ങൾ കുഞ്ഞുങ്ങളുടെ പ്രാകൃത നിമിത്തം അമ്മയപ്പന്മാർ കരയുകയാണ്. ആരോട് തുറന്നു പറയും? ഓരോ നിമിഷങ്ങൾ കഴിയും തോറും മനസ്സ് വ്യാകുലപ്പെടുകയാണ്. കഠിനമായ രോഗം പിടിച്ചിട്ട് ആര് സഹായിക്കും? ആശുപത്രിയിൽ തള്ളിക്കളഞ്ഞു, ആശ്രയം വച്ചുപോയി, ആശ്വാസത്തിനിടമില്ല. നമ്മൾ എന്ത് ചെയ്യും? ആരാശ്വസിപ്പിക്കും? ഞാനൊരിക്കല് ഒരു സ്ഥലത്തിരിക്കുമ്പോ നമ്മുടെ ഒരാളെ കാണാനായി ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ നമ്മുടെ ആളിനോട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ സമീപത്തെ ആ കട്ടിലില് ഒരു സാധു മനുഷ്യൻ, ഒരു യൗവനക്കാരൻ, അവന്റെ ചുറ്റും ആളുകളൊക്കെ നിൽപ്പുണ്ട്. അവന്റെ കൈയും കാലും കട്ടിലെ കെട്ടിയിട്ടിരിക്കും. ഞാൻ വെറുതെ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തു പറ്റിയെന്ന് ചോദിച്ചു. അവന് ദേഷ്യം വന്നു. അവൻ പോടാന്ന് പറഞ്ഞ ഒറ്റ തുപ്പി. എന്റെ ഷർട്ടിലൊന്നും വീണില്ല. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അങ്ങ് ലജ്ജിച്ച് അങ്ങ് പോയി. ഞാൻ നമ്മുടെ രോഗിയെ കണ്ടേച്ചിഞ്ഞ് പോരാൻ തുടങ്ങി. അപ്പൊ അവന്റെ ഭാര്യ ഓടി വന്നു, എന്നോട് പറഞ്ഞു, പ്ലീസ് ക്ഷമിക്കണമേ അച്ചോ, ഞങ്ങളോട് ക്ഷമിക്കണമേ. അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണ്. ആ കയർ അഴിച്ചു വിട്ടാൽ ഓടി ആറ്റിച്ചാടി ആത്മഹത്യ ചെയ്യും. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. പെയിൻ കില്ലർ ഏൽക്കുന്നില്ല. അതുകൊണ്ട് കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. മരണത്തെ കാണുകയാണ്. വേദന കൊണ്ടാണ് ഈ കരയുന്നത്. വേദന കൊണ്ട് പറഞ്ഞു പോയതാണ്. അങ്ങ് ക്ഷമിക്കണമേ. ഞാൻ എന്റെ ചാങ്കൂരിൽ പോയി. ദൈവമക്കളെ, ഞാൻ രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്നു. കർത്താവേ, ഇന്ന് രാത്രി അവന്റെ വേദന ഒന്ന് മാറ്റണം. നാളെ സൂര്യൻ ഉദിക്കും മുമ്പ് അവന്റെ വേദനയിൽ നിന്ന് വിടുതൽ കിട്ടണം. പ്രഭാതത്തിന്റെ 5 മണിയായപ്പോൾ നമ്മുടെ വിശ്വാസിയുടെ അടുക്കൽ നിന്ന് ഫെയ്ത്തോമിന്റെ ഫോൺ നമ്പർ മേടിച്ച് ഈ സാധുവായ പെൺകുട്ടി എന്നെ വിളിച്ചു. ദയവായി ഇവിടെ ഒന്ന് വരാമോ? ഇവിടെ നിന്ന് പോയി. രാത്രി 11 മണിക്ക് ശേഷം ഈ ഷാജി ഉറങ്ങി. അവന്റെ രോഗത്തിന് കുറെ വിടുതൽ കിട്ടി. ഇപ്പോൾ പെയിൻ കില്ലർ ഉപയോഗിക്കുന്നില്ല. ഒന്ന് വരാമോ? രഹസ്യം എന്തെന്നറിയാമോ ദൈവമക്കളെ? ആശ്വാസത്തിന് മനുഷ്യന് ഇടമില്ല. പണമൊന്നും ആശ്വസിപ്പിക്കത്തില്ല, ബന്ധുക്കളൊന്നും ആശ്വസിപ്പിക്കത്തില്ല,
പക്ഷവാതം പിടിച്ച് തളർന്നു കിടക്കുന്നവനെ ഓർത്ത് ശതാധിപൻ പോയി പറയുകയാണ്, എന്റെ പക്ഷവാതക്കാരനെ ഒന്ന് എഴുന്നേൽപ്പിക്കാമോ? എന്റെ ദാസൻ പക്ഷവാതക്കാരനാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ വേദന എന്താണ്? യേശുവിനോട് നമുക്കൊന്ന് തുറന്നു പറയാം. യേശുവേ, ഇന്നതാണ് എന്റെ വേദന. അതെന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ പ്രശ്നമാണ്, അതെന്റെ കുടുംബത്തിന്റെ പ്രശ്നമാണ്, എന്റെ കുഞ്ഞുങ്ങളുടെ പ്രശ്നമാണ്, നാളുകളായി എന്റെ ഔദ്യോഗിക മണ്ഡലത്തിലെ പ്രശ്നമാണ്. ആർക്കും സഹായിക്കാൻ ഒക്കുന്നില്ല. നിനക്ക് മനസ്സുണ്ടോ? യേശു പറയുന്നു, എനിക്ക് മനസ്സുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പോൾ വേദനയുടെ 3 വശമാണ് നാം ചിന്തിച്ചത്. പാപത്തിന്റെ വേദന ആത്മാവിലും, രോഗത്തിന്റെ വേദന ശരീരത്തിലും, ജീവിതത്തിലെ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളുടെ വേദന നമ്മുടെ മനസ്സിലുമാണ്. ദൈവമക്കളെ, മനസ്സിലെ വേദന ആരോട് പറയാനൊക്കും? എത്രയോ മനുഷ്യർ മനസ്സിലെ വേദന കൊണ്ട് ഏകാന്തതയിൽ പോയി. ഒരിക്കൽ ഞാൻ യാദൃശ്യമായി ഒരു നദീതീരത്തിരുന്ന് ഒരു പെൺകുട്ടി കരയുന്നത് കാണാനിട വന്നു. ഒരു നദിയുടെ തീരത്ത് ഏകാന്തതയിൽ ഇരുന്ന് കരയുകയാണ്. മറ്റാരോടും ദുരിതം പറയാൻ ഒക്കത്തില്ല. വീട്ടിൽ കിടന്ന് കരഞ്ഞാൽ 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, അവരും ഒപ്പം കരയും. ആ യൗവനത്തിൽ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. ജീവിതമാകെ തകർന്നുടഞ്ഞു. ജോലി സ്ഥലങ്ങളിലെല്ലാം പ്രതിസന്ധിയ. ഞാൻ അവിടെ പോകുമ്പോൾ യാദൃശ്യമായി എന്തിനാണ് അവിടെ പോയെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, വാസച്ചായ, മറ്റൊന്നിനുമല്ല, ആരും കാണാതെ കുറെ നേരം കരയാൻ ഞാൻ പോയതാണ്. വീട്ടിലിരുന്ന് എനിക്ക് കരയാനൊക്കുന്നില്ല, ജോലി സ്ഥലത്തിരുന്ന് കരയാനൊക്കുന്നില്ല. വിശ്വാസ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഒരു പരിധിക്കപ്പുറം കരഞ്ഞാൽ ആളുകൾ എന്നെ ശ്രദ്ധിക്കും. അതുകൊണ്ട് ആരോരുമില്ലാത്ത ഒരു നദീതീരത്ത് പോയി ഏകാന്തതയിൽ കരയാണ്. ഇന്ന് രാത്രി നാളുകളായി കരഞ്ഞിരിക്കുന്ന ദൈവവൈതലേ, യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അവന് നിന്നെ ആശ്വസിപ്പിക്കാൻ ഈ രാത്രിയിൽ മനസ്സുണ്ട്. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ ആശ്വാസം പ്രാപിച്ച് ദൈവസന്നിധി വിട്ടുപോകാവൂ. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. 8-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വന്നാൽ, യേശു പത്രോസിന്റെ വീട്ടിൽ വന്നോറെ അവന്റെ അമ്മാവിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ട് പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷിക്കുക. അടുത്തതായി നാം കാണുന്നത്, യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കൊടുത്തു. ഇപ്പോൾ 3 കാര്യം നാം ചിന്തിച്ചു. ഒന്നാമത്തേത് ശുദ്ധീകരണമാണ്, രണ്ടാമത്തേത് പക്ഷവാതക്കാരന്റെ ആശ്വാസമാണ്, മൂന്നാമത്തേത് സൗഖ്യമാണ്. ഇന്ന് രാത്രിയിൽ യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നാൽ നിശ്ചയമായും നമുക്ക് സൗഖ്യം കിട്ടും. ദൈവമക്കളെ, സൗഖ്യം നമ്മുടെ അവകാശമാണ്. വർഷങ്ങളായി രോഗത്തിന് അടിമപ്പെട്ട് കഷ്ടപ്പെട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഞാൻ ആരംഭത്തിൽ നിങ്ങൾക്ക് 2 വാക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് പറഞ്ഞുകൊണ്ടിരുന്നോണം. എന്താണ്? എന്റെ ദൈവം വിശ്വസ്തൻ, അവൻ തന്റെ വിശ്വസ്തത കൊണ്ട് എന്റെ പാപം ക്ഷമിക്കും. എന്റെ ദൈവം നീതിമാൻ, അവൻ തന്റെ നീതി കൊണ്ട് ദുഷ്ട നിന്റെ കയറുകളെ അറുക്കും. ഇത് പറഞ്ഞുകൊണ്ട് വേണം ഇരിക്കാൻ. മീറ്റിംഗ് തീരുമ്പോൾ ഇവ 2 നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിച്ചിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അടുത്തതായി സംഭവിക്കുന്നത് സൗഖ്യമാണ്. യേശുവിന്റെ അരുമ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസിന്റെ അമ്മായിയമ്മ കഠിനമായ പനി ബാധിച്ചു കിടക്കുകയാണ്. യേശു ആ ഭവനത്തിലേക്ക് ചെന്നു. യേശു കൈനീട്ടി അവളെ പിടിച്ചു. അവളുടെ കഠിനമായ വ്യാധി അവളെ വിട്ടുപോയി. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നാൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് സൗഖ്യമാണ്. ഇന്ന് രാത്രിയിൽ ആരെല്ലാം രോഗത്തോടെ ദൈവസന്നിധിയിൽ വന്നിട്ടുണ്ടോ, കർത്താവ് നമ്മെ സൗഖ്യമാക്കും. അപ്പോൾ നമ്മുടെ ഈ സൗഖ്യം എന്ന വിഷയത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ചില സംഭവങ്ങളുണ്ട് ദൈവമക്കളെ. ഒന്ന്, ഈ സൗഖ്യം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നൊരു വാഗ്ദത്തമാണ്. അതാണ് ഇസ്രായേലിനോട് പറയും, ഇസ്രായേലേ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന്. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. രണ്ടാമതായി നോക്കിയാൽ, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നു, അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, അവന്റെ അടിപ്പിണരുകൊണ്ട് നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് നിവർത്തിക്കപ്പെട്ട കാര്യമാണ്. ഓർത്തുകൊള്ളണമേ. ഒന്ന്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. 2, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നത് 1900 വർഷങ്ങൾക്കപ്പുറം മശിഹായുടെ മുതുകടിയേച്ച് ആ ഉണങ്ങിയ പാടുകൾ ഇന്നും നിലവിലുണ്ട്. അത് നീക്കപ്പെടാത്ത സത്യമാണ്. അത് നിവർത്തിച്ചു കഴിഞ്ഞതാണ്. ഇനി മൂന്നാമത്തെ വിഷയം, അവൻ തന്റെ വചനം
വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഈ വാക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കഴിഞ്ഞകാല അനുഭവമാണ്. ഇപ്പൊ ഇവ മൂന്നും കൂടെ ചേർന്നാണ് യേശു നമ്മെ തൊടാൻ പോകുന്നത്. രോഗികളായി കടന്നു വന്നവരെല്ലാം അറിഞ്ഞുകൊള്ളണം, ഈ മൂന്ന് വചനം ആത്മാവിൽ ഉച്ചരിച്ചുകൊണ്ടിരിക്കാം. ഒന്ന്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അതെന്റെ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. രണ്ട്, അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് അത് എഴുതപ്പെട്ട അല്ലെങ്കിൽ അത് നിവർത്തിച്ച സത്യമാണ്. മൂന്ന്, അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. അത് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ അനുഭവമാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആകയാൽ ഇന്ന് രാത്രി ഇവയുടെ ഈ വചനത്തിന്റെ പിന്നിൽ വേണം നമുക്ക് സൗഖ്യം പ്രാപിക്കാൻ. നന്നായി അറിഞ്ഞുകൊള്ളണമേ. നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും സൗഖ്യം കിട്ടിയെന്നല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഈ മൂന്ന് കാര്യം അറിയുക. ഒന്ന്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അത് ദൈവത്തിന്റെ വാഗ്ദത്തം. ഇനി രണ്ടാമത്തെ എന്താണ്? അവന്റെ അടിപ്പിണരുകൊണ്ട് നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് 1900 വർഷങ്ങൾക്കപ്പുറം നിവർത്തിക്കപ്പെട്ടതാ. സാത്താനല്ല, ലോകത്തിലെ ഏത് ഭരണകൂടം നോക്കിയാലും അത് നീക്കാൻ ഒക്കത്തില്ല. മൂന്നാമത്തേത്, അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഇവിടെ ഇരിക്കുന്ന ആരോട് ചോദിച്ചാലും അവരെല്ലാം അനുഭവസ്ഥരാണ്. അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഹല്ലേലൂയ! നമുക്ക് വിശ്വസിക്കാം. ഇന്ന് രാത്രി യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ രോഗം എന്താ ദൈവമക്കളെ? കർത്താവിനോട് നമുക്ക് പറയാം, ഞാനൊരു ആസ്മ രോഗിയാണ്, അല്ലെങ്കിൽ കർത്താവേ വർഷങ്ങളായി ഞാൻ ഇന്ന രോഗങ്ങൾക്ക് അടിമയാണ്, മരുന്നിനോ വൈദ്യനോ ഒന്നും എന്നെ സഹായിക്കാൻ ഒക്കുന്നില്ല, ഒരു പരിധി വരെയൊക്കെ ഒക്കുന്നുണ്ട്, പൂർണ്ണമായൊരു വിടുതൽ എനിക്കില്ല, എനിക്ക് വിടുതൽ തരാമോ? യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. വലിയൊരു പുരുഷാരോപനെ പിന്തുടർന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയം എന്താണ്? പാപത്തിന്റെ കുഷ്ഠത്താൽ മനം നിറയെ അകൃത്യങ്ങളും ദുഷ്ടതയാണോ? യേശു ഇന്ന് രാത്രി നിന്നെ ശുദ്ധനാക്കും. പക്ഷവാതം പിടിച്ച് തളർന്നു കിടന്നുകൊണ്ട് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നവനാണോ? ആശ്വാസമറ്റ ദൈവ പൈതലേ, നിന്നെ ആശ്വസിപ്പിക്കുന്ന യേശു മലയിൽ നിറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി രോഗമാണ്, കർത്താവിന്റെ അടുക്കൽ പോയി പറയാം, ഞാൻ അടുത്ത കാലത്ത് എനിക്ക് കഠിനമായ തലവേദന വന്നു ദൈവം. എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ. തുടർച്ചയായുള്ള യാത്രകളും മീറ്റിങ്ങുകളും ഒക്കെ ആയിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് തലവേദനയുണ്ടായി. ആ തലവേദന കഠിനമായ തലവേദന എന്ന് പറഞ്ഞാൽ എന്റെ ആയുസ്സിൽ ഇക്കാലത്തോളം അങ്ങനെ ഒരു വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്റെ തലച്ചോറ് ഇങ്ങനെ വിങ്ങുന്നതായി എനിക്ക് തോന്നുന്നു. നട്ടലിന്റെ ഭാഗത്ത് നിന്ന് ആ വേദന കയറി വരും. എന്റെ കൂടെയുള്ള സഹോദരങ്ങളെല്ലാം ആകുന്നിടത്തോളം നോക്കി. ആ വേദന വന്നാൽ ഇങ്ങനെ ബോംബ് പൊട്ടുന്നത് പോലെ തലയ്ക്കുള്ളിൽ എന്തോ സംഭവിക്കും. അപ്പോൾ ആരൊക്കെയോ എന്നോട് പറഞ്ഞു, ആ തലയ്ക്കുള്ളിൽ ഏതോ ബ്രെയിനുള്ളിലുള്ള ചെറിയ വെയിനുകൾ തിങ്ങി അത് വിങ്ങി പൊട്ടുകയാ ചായ. ഭയങ്കരമായ വേദന. ഒന്ന് വായിക്കാനൊക്കത്തില്ല, ഒരു ശബ്ദം കേൾക്കാനൊക്കത്തില്ല, ആരെയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കാനൊക്കത്തില്ല. ആ വേദന എന്നെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഞാൻ സ്വയം പ്രഖ്യാപിച്ചു, കർത്താവേ, എന്റെ മരണനാളുകൾ അടുത്തു. ഓ, വളരെ സന്തോഷം. ചുരുങ്ങിയ നാളെ ജമാനെ സേവിച്ചു, അനന്ത നിത്യതയിൽ എനിക്ക് അവകാശമുണ്ട്, അതിന്റെ വഴിയായിരിക്കും എന്ന് ചിന്തിച്ചു. ഒരു രാത്രി വേദനയോട് ഞാൻ ഉറങ്ങി. അർദ്ധരാത്രി 2 മണിയായപ്പോൾ എന്റെ ഉള്ളിൽ ആരോ പറഞ്ഞു, യഹോവ നീതിമാൻ, യഹോവ നീതിമാൻ, അവൻ ദുഷ്ടന്റെ കയറുകളൊക്കെ അറുത്തിരിക്കുന്നു. ഞാൻ ചാടി എഴുന്നേറ്റു. എനിക്ക് മനസ്സിലായി, ഇത് രോഗമല്ല, ഇത് പിശാചിന്റെ ശക്തി തന്നെയാണ്. ഞാൻ ആരാധന ഹോളിലേക്ക് പോയി. ദൈവമക്കളെ, ഞാൻ ശക്തിയോടെ രാത്രിയിൽ ഏച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഒരേ ഒരു ശബ്ദം, എന്റെ നീതിമാൻ, അവൻ ദുഷ്ടന്റെ കയർ അറുത്തു. എന്റെ ദൈവം നീതിമാൻ, അവൻ ദുഷ്ടന്റെ കയർ അറുത്തു. ഞാൻ ഏച്ചു പറഞ്ഞു. രോഗശക്തി എന്നെ വിട്ടുപോയി. പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റു. ഞാൻ വായിച്ചു നോക്കി. ഞാൻ ആ വേദന വരുന്ന എല്ലാ കാര്യങ്ങളും പിന്നീടൊന്ന് ചെയ്തു നോക്കി. ഇത് ഒറിജിനൽ ആണോ എന്ന് അറിയണ്ടേ, എങ്ങനാണ് ഇത് പോയെന്നൊന്ന് അറിയണ്ടേ. അപ്പോൾ ഞാൻ വായിച്ചു നോക്കി. ഞാൻ പല കാര്യങ്ങൾ ഇങ്ങനെ ആ വേദന എപ്പോഴെല്ലാം എന്നെ ആക്രമിച്ചോ അവയെല്ലാം വെച്ച് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. പിന്നീട് ഒരിക്കൽ പോലും വേദന വന്നിട്ടില്ല. അന്നാണ് ഈ തിരുവെഴുത്ത് എനിക്ക് മനസ്സിലാക്കി തന്നത്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നത് വാഗ്ദത്തമാണ്. അവന്റെ അടിപ്പിണര് കൊണ്ട് സൗഖ്യം വന്നത് നിവർത്തിച്ചതാണ്. അവന്റെ വചനം അയച്ച് അവനെ സൗഖ്യമാക്കിയെന്ന് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഇന്ന് രാത്രി ഏച്ചു പറയാ, എന്റെ കർത്താവ് തന്റെ വചനം അയച്ച് ഈ രാത്രി എന്നെ സൗഖ്യമാക്കും. ആ
ആര് ലോകത്തോടെ കടന്നു പോകരുത്. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രശ്നം എന്തു ആയിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി നമുക്ക് കർത്താവിന്റെ അടുക്കൽ ചെല്ലാം. ഹൃദയാവസ്ഥ അങ്ങ് തുറന്നു പറയാം. പൊന്നു തമ്പുരാനെ, നീ എന്നെ ഒന്ന് ശുദ്ധനാക്കണമേ. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനായി തീരുക. പക്ഷവാതം പിടിച്ച് വേദനപ്പെടുന്ന ദൈവവൈതലേ, നിന്റെ മനോവേദനയാണോ, നിന്റെ ഹൃദയവേദനയാണോ, നിന്റെ ശരീരവേദനയാണോ, യേശുവിനോടൊന്ന് യാചിച്ചാട്ട് സ്വർഗം നിന്നോട് കരുണ ചെയ്യോ. ഇന്ന് രാത്രി വ്യാധിക്ക് അടിമപ്പെട്ട് കിടക്കുകയാണോ? എത്ര പേർ കഠിനമായ രോഗം പിടിച്ചിരിക്കുന്നു. ഈ പൈശാചി ശക്തികളുടെ പിന്നിലും ഈ രോഗമുണ്ട് ദൈവമക്കളെ. ഈ രോഗബാധിതാവസ്ഥയെ കുറിച്ച് നമ്മൾ പഠിച്ചാല് വേദപുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ ശിക്ഷയായി രോഗം വന്നവരും, ദൈവത്തിന്റെ ശിക്ഷ. ഹിസ്കിയാവ് എന്ന രാജാവ് കഠിന രോഗം പിടിച്ചു. കാരണം അവൻ അഹങ്കാരിയായിരുന്നു, തിരുവെഴുത്തിൽ എഴുതിയിട്ടു. പിന്നെ അവൻ കരഞ്ഞപ്പോൾ അത്തിക്കട്ട കൊണ്ടുവന്ന് കെട്ടി അവന് സുഖം കിട്ടി. അകൃത്യ നിമിത്തം രോഗിയായി തീർന്നവരുണ്ട്. ഒരു ഭാഗത്ത് യേശു ഒരുവന്റെ പാപം രോഗം സൗഖ്യമാക്കിയ ശേഷം പറഞ്ഞു, പൊയ്ക്കോ, ഇനിയും രോഗം ഉണ്ടാകാതിരിക്കാൻ പാപം ചെയ്തു, നിന്റെ പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവന്റെ രോഗം വിട്ടത്. എന്നാൽ ആത്മീയ മണ്ഡലത്തിലേക്ക് നോക്കിയാൽ ഈ രോഗം നമ്മെ ബാധിക്കുന്നതിന് പല കാര്യങ്ങൾ. അതിലൊന്നാണ് ദൈവമക്കളെ വാർദ്ധക്യം. വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് തള്ളാത്തൊരു ദൈവം നമ്മോടുകൂടെ. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മനുഷ്യന് സർവ്വസാധാരണമാണ്. എങ്കിലും നമ്മെ അനാഥരായി വിടാത്ത ദൈവത്തിന്റെ കരത്തിൽ നമുക്ക് വിശ്രമിക്കാം. രണ്ടാമത് രോഗം വരും. വിശുദ്ധന്മാർ പലരും രോഗികളാകും. ഒരിക്കൽ പൗലോസ്ലീഹ തന്റെ ഒരു ശിഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, അവൻ മരണത്തോളമായിപ്പോയി. എന്തുകൊണ്ട്? കർത്താവിന്റെ വേല നിമിത്തം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കർത്താവിന്റെ വേല നിമിത്തമല്ലോ അവൻ മരണത്തോളമായി പോയത്. അവൻ മരിക്കുമെന്ന് ഞാൻ നിരൂപിച്ചു, എന്നാൽ എന്നെയും അവനെയും ഓർത്ത് ദൈവം കരുണ കാണിച്ച് അവനെ സുഖപ്പെടുത്തി. അപ്പോൾ കർത്താവിന്റെ വേല നിമിത്തം രാവും പകലും കൂടാതെ യാത്ര ചെയ്ത് കഠിനാധ്വാനം ചെയ്യുന്ന വിശുദ്ധന്മാർ, ഉറക്കമില്ല, ഊണില്ല, വിശ്രാമമില്ല, അവരായുസിന്റെ മധ്യത്തിൽ രോഗിയാകും. രഹസ്യം കഠിനാധ്വാനമാണ്. ആവശ്യമായ ഭക്ഷണവും സംരക്ഷണവും സമാധാനവും ലഭിക്കാതെ രോഗികളായി തീരുന്നവരുണ്ട്. അങ്ങനെ രോഗത്തിന് പല വശങ്ങളുണ്ട്. പൈശാചിക ബാധിതയാൽ കഠിന രോഗം പെടുന്നവരുണ്ട് ദൈവമക്കളെ. പാസ്റ്റർ KG ജോർജ് ഒരു നാളിൽ തിരുവല്ല സെൻട്രൽ അന്വേഷിച്ച് വരുമ്പോൾ അവിടെ ഒരു ആസ്മ രോഗിയെ കൊണ്ടു. അദ്ദേഹത്തെ റൂമിലേക്ക് കൊണ്ടുവന്നു. പാസ്റ്റർ ജോർജിനോട് പറഞ്ഞു, ഇവനൊരു ആസ്മ രോഗിയാണ്. അവന്റെ ബന്ധുക്കൾ പിടിച്ചോണ്ട് വന്നു. 10-14 വർഷമായി ഇവൻ ഇങ്ങനെ നിന്ന് വലിക്കുകയാണ്. അവൻ രോഗിയാണ്, ഒരുപാട് മരുന്ന് കഴിച്ചു, ഡോക്ടർമാരൊക്കെ നോക്കി, പക്ഷേ സുഖമൊന്നും കിട്ടിയില്ല. പാസ്റ്റർ KG ജോർജിന്റെ റൂമിലേക്ക് കൊണ്ടുവന്നു. പാസ്റ്റർ തന്റെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. അവന്റെ കയ്യേലൊന്ന് കയറി പിടിച്ചതേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ അവൻ ഒറ്റക്കാലിൽ നിന്ന് തുള്ളുകയാണ്. പാസ്റ്ററിനോട് പറഞ്ഞു, ജോസേ, ഇവന് ആസ്മയല്ല, ഇവന് പിശാചാണ്. സംഭവം സത്യം. 14 വർഷമായി ഒരു ദുർഭൂതം ഇവന്റെ മേൽ ബാധിച്ചിട്ടാണ് ഇവൻ ഈ ആസ്മ രോഗിയായിട്ട് അലയുന്നത്. ഇന്ന് രാത്രി നിന്റെ വിഷയം എന്താണ് ദൈവവൈതലേ? നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ യേശുവിന് മനസ്സുണ്ട്. മലയിൽ നിന്ന് യേശു ഇറങ്ങി വരുന്നു. അവൻ പത്രോസിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. കഠിന ബാധ പിടിച്ചു കിടക്കുന്ന, കഠിന രോഗം പിടിച്ചു കിടക്കുന്ന ആ സ്ത്രീയെ സൗഖ്യമാക്കി അവൾ യേശുവിനെ ശുശ്രൂഷിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ രോഗത്തെ ശാസിക്കുന്ന യേശു നമ്മുടെ നടുവിലുണ്ട്. ഈ രാത്രിയിൽ നമുക്ക് വിശ്വസിക്കാം, സൗഖ്യത്തോടെ വേണം നമ്മുടെ വീട് വിട്ടുപോകാൻ. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. എന്താണ് നമ്മുടെ പ്രതിസന്ധി? എല്ലാം വിശദമായി ചിന്തിപ്പാൽ നമുക്ക് സമയം പോരാ ദൈവമക്കളെ. എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരം? കർത്താവിനോട് നമുക്ക് തുറന്നു പറയാം. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്തതായി നാം കാണുന്നത് 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ വരുമ്പോൾ പടകിൽ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരെയാണ്. ഒന്ന് വായിച്ചാൽ, അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ. അടുത്തതായി നാം കാണുന്നത്, യേശു മലയിൽ നിന്ന് ഇറങ്ങി വരാമെങ്കിൽ കാറ്റിനെയും കടലിനെയും ശാസിക്കും. എന്താ നമ്മുടെ പ്രതിസന്ധി? കർത്താവിന്റെ ശിഷ്യന്മാർ ഏറിയ ഭാഗവും മുക്കുവര. കുട്ടിക്കാലം തുടങ്ങി കക്കായും മത്സ്യവും പെറുക്കി ഇങ്ങനെ വള്ളത്തേൽ കയറി നടന്ന് കടലിനോടും കടൽത്തിരിയോടും നല്ല പരിചയമുള്ള യേശു ഒരു തച്ചന്റെ മോനാണ്. പാരമ്പര്യമായി യഹൂദന്മാരാണ്. ജോലി ഇടയന്മാരുടെ പ്രവൃത്തിയാണ്. ആകയാൽ യേശുവിന് ഈ കടലും പടകുമായിട്ടൊന്നും മാനുഷ്യ നിലവാരത്തിൽ വലിയ ബന്ധമില്ല.
കർത്താവായ യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നു. അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 തുടങ്ങി 34 വരെയുള്ള വാക്യങ്ങൾക്കുള്ളിൽ നമ്മൾ 6 സംഭവങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നാൽ ശുദ്ധീകരണം ഉണ്ടാകും. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നാൽ ആശ്വാസം ഉണ്ടാകും. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഇന്ന് രാത്രി സൗഖ്യം ഉണ്ടാകും. യേശു മലയിൽ നിന്ന് ഇറങ്ങി നിന്റെ പടകിൽ വന്നു കാറ്റിനെയും കടലിനെയും ശാസിക്കും. അത്ഭുതമല്ലേ? കർത്താവായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. അവരെല്ലാവരും ഒന്നിച്ച് പടകിൽ കയറി. ബോട്ടങ്ങോട്ട് നീങ്ങി. മധ്യ എത്തുന്നവരെ സാത്താൻ അടങ്ങിയിരുന്നു. കടല് ഇളകി തുടങ്ങി. ശിഷ്യന്മാർ തങ്ങളുടെ അറിവനുസരിച്ച് തങ്ങളാൽ ആവോളം പടക് നിയന്ത്രിച്ചു. തങ്ങളുടെ അറിവിനേറ്റവണ്ണം ആ പടകിനെ നിയന്ത്രിച്ചു. പക്ഷേ രക്ഷകൻ പടകിൽ ഉറങ്ങിയാൽ ക്ഷണത്തിൽ ഒരുവൻ വിളിച്ചു. ആരാണ് യേശുവിനെ ഉണർത്തിയെന്ന് അറിഞ്ഞുകൂടാ. മരണഭയത്തിന് വിധേയപ്പെട്ട ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി. എന്താ പറഞ്ഞത്? ഒന്ന് എഴുന്നേൽക്കണമേ, ഞങ്ങൾ നശിക്കുന്നതിൽ ഖേദമില്ലയോ? യേശു എഴുന്നേറ്റു കാറ്റിനെയും കടലിനെയും ശാസിച്ചു. കടൽ ശാന്തമായി, കാറ്റ് ശാന്തമായി. അവരക്കരയിലേക്ക് യാത്രയായി. ഇന്ന് രാത്രി യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. നിന്റെ പടക് കാറ്റടിച്ച് മനുഷ്യന്റെ നിന്ന മഹാസമുദ്രത്തിന്റെ തിര പോലെ നിന്റെ വിശ്വാസ യാത്രയെ നേരെ അടിച്ച് നീ ആടി ഉലഞ്ഞാണോ ദൈവസേന ഇരിക്കുന്നത്? കർത്താവേ, ആകാശത്തോളം ഉയർന്നു, ആഴത്തിലേക്ക് താണ്, ബുദ്ധി പോയി, പ്രാണൻ കഷ്ടത കൊണ്ടുരുകി, ഏറ്റവും നിരാശപ്പെട്ടാണോ ഇന്ന് രാത്രി ദൈവസേനയിൽ ഇരിക്കുന്നത്? നീ നിന്നോട് തന്നെ ചോദിച്ചാട്ടെ. യേശു പടകിലുണ്ടെങ്കിൽ അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തും. എത്രയോ മനുഷ്യർ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലാണ്. വലിയ വലിയ ആഗ്രഹത്തോടെ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു. പ്രതീക്ഷകളെല്ലാം നശിച്ചു. 107-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നല്ലോ ഒരു ഭക്തൻ ഇങ്ങനെ പാടിയിരിക്കുന്നു. കപ്പൽ കയറി സമുദ്രമധ്യത്തിൽ ഓടിയവർ, പെരുവെള്ളത്തിൽ വ്യാപാരം ചെയ്തവർ, അവർ ആഴിയിൽ അവന്റെ അത്ഭുതം കണ്ടു. ആഴിയിൽ അവന്റെ അത്ഭുതം കണ്ടു. അവൻ കൽപ്പിച്ച് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റ് ആകാശത്തോളം ഉയർത്തി. വീണ്ടും അവർ ആഴത്തിലേക്ക് താണു. അവരുടെ പ്രാണൻ കഷ്ടത കൊണ്ടുരുകി. അവർ ദൈവത്തോട് നിലവിളിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. ശാന്തത വന്നപ്പോൾ അവർ ആശ്വസിച്ചു. അവരാഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ കൊണ്ടുപോയി എത്തിച്ചു. ഇന്ന് രാത്രി നിന്റെ കപ്പലിന് നേരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിന്റെയും മനുഷ്യന്റെ നിന്യായ തിരമാലയുടെ മുൻപിൽ നീ ആകാശത്തോളം ഉയർന്ന് ആഴത്തിലേക്ക് താണ്. നിന്റെ ബുദ്ധി പോയി, നിന്റെ പ്രാണൻ കഷ്ടത കൊണ്ടുരുകി. അയ്യോ, ഞാൻ തകർന്നുടഞ്ഞെന്ന് പറഞ്ഞ് നിരാശയുടെ പടുകുഴിയിൽ താഴുന്ന പ്രിയ ദൈവ പൈതലേ, യേശു നിന്റെ പടകിലുണ്ട്. അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തും. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ കർത്താവിനോട് നമ്മുടെ അവസ്ഥകളെല്ലാം അങ്ങ് തുറന്നു പറയണം. എന്റെ പൊന്നു കർത്താവേ, എന്റെ അവസ്ഥ ഇപ്പോഴിങ്ങനെയാണ്. ഞാൻ അതിനെ മനോഹരമായ വസ്ത്രമണിഞ്ഞ് സമൂഹ മധ്യമാനായി ജീവിക്കുന്നെങ്കിലും തികച്ചും ഒരു കുഷ്ഠരോഗിക്ക് തുല്യനായി എന്റെ മനസ്സും ഹൃദയവും ചീഞ്ഞു നാറുകയാണ്. കർത്താവേ, ആ പക്ഷവാതക്കാരനെ പോലെ ചലനമുണ്ട്. എനിക്ക് ചലനശേഷി നഷ്ടപ്പെട്ട് ആശ്വാസമറ്റവനായി ഞാൻ വ്യാകുലപ്പെടുകയാണ്. കർത്താവേ, ഞാനൊരു കഠിന രോഗത്തിന് അടിമപ്പെട്ടിട്ട് ആർക്കും സഹായിക്കാൻ കഴിയാതെ ഞാൻ വേദനയിലാണ്. നീ എന്നെ ഒന്ന് സഹായിക്കാമോ? നമ്മുടെ ജീവിതയാത്രയിൽ ഞാൻ പറഞ്ഞല്ലോ, രോഗം നമ്മെ ആക്രമിക്കുമ്പോൾ രോഗത്തിന്റെ പിന്നിൽ ഒരു പൈശാചിക ശക്തിയുണ്ട് ദൈവമക്കളെ. ആ പൈശാചിക ശക്തികളോട് എതിർത്ത് നിൽക്കാനാണ് ഈ തിരുവെഴുത്ത് ഞാൻ നിങ്ങളോടും പറഞ്ഞത്. അവൻ നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമെന്നും അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുവെന്നും അവന്റെ വചനത്താൽ കഴിഞ്ഞകാല ജീവിതത്തിൽ എനിക്ക് സുഖമുണ്ടെന്നും വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ഈ രാത്രിയിൽ നമുക്ക് വിടുതൽ പ്രാപിക്കണം. അടുത്തതായി നാം ചിന്തിച്ചത് കടലിന് നേരെ അടിക്കുന്ന തിരമാല. ജീവിതത്തിന്റെ പ്രതിസന്ധി എന്താണ് ദൈവമക്കളെ? നല്ല ആഗ്രഹത്തോടെ കർത്താവിനെ അനുഗമിച്ചു. സകലതും നഷ്ടപ്പെട്ട മനുഷ്യരുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ല. ഒന്നിൽ നിന്ന് വഴുതി മറ്റൊന്നിലേക്ക് പോയി. ആഴത്തിൽ മുങ്ങിത്താണ് നിരാശപ്പെട്ടാണോ ദൈവസന്നിധിക്കുന്നത്? ചിലരിങ്ങനെ പറയും, അത് എന്റെ തലയിലെ വിധിയാണ്, എന്റെ വിധിയാണ്, തലയിലെ വരയാണ്. ഇല്ല ദൈവമക്കളെ, തലയിൽ പ്രത്യേകിച്ച് ഒരു വലയും നിങ്ങൾക്കായി വിധിച്ച ഒരു വിധിയുമില്ല. ജീവിതത്തിൽ ദൈവം നടത്തുന്ന വഴികളാണ്. ഇന്ന് രാത്രി കൊടുങ്കാറ്റും തിരമാലകളും അടിച്ച് നിന്റെ പടകാകെ ആടി ഉലഞ്ഞ് ആകാശത്തോളം ഉയർന്ന ആഴത്തിലേക്ക് താണു. മറുകര കാണാൻ കഴിയാതെ ജീവിതത്തിൽ ലക്ഷ്യം നഷ്ടപ്പെട്ട് നീ ആശ്രയമറ്റവനായി അലയുകയാണോ? യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? അവൻ നിന്റെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കും, നിന്റെ പടക്
വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവമക്കളെ എല്ലാവരും നമ്മളെ തള്ളും. സകല മനുഷ്യരും നമ്മെ തള്ളിക്കളയും, യാതൊരു സംശയവും. അടുത്ത കാലത്ത് ഞാൻ ഒരു ബ്രദർ മസ്കറ്റിൽ നിന്ന് അദ്ദേഹം യാദൃശ്യമായി എന്റെ ഫെയ്ത്തോമിൽ വന്നു. അത് ഞാനാണെന്നൊന്നും അറിഞ്ഞു വന്നതല്ല. എന്നാൽ ഏറിയ നാളുകൾക്ക് മുൻപ് ഞാൻ മദ്രാസിൽ പൂന്തമല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ബൈബിൾ സ്റ്റഡിക്കായിരുന്നു. അവിടെ ബൈബിൾ സ്റ്റഡി നടന്ന ശേഷം ഞാൻ അടയാർ ഫെയ്ത്തോമിൽ പോയിരിക്കുമ്പോൾ ഒരാൾ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, വസ്ത്രേ എനിക്കൊരു കാര്യം സംസാരിക്കാനാ, ഒന്ന് വന്നോട്ടെ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു എനിക്കിപ്പോ നേരമില്ല. വീണ്ടും അതേ ഉച്ച കഴിഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചിന്തിച്ച് എന്താണേലും വരട്ടെ, ബൈബിൾ സംശയമല്ലോ ആയിരിക്കും. അപ്പോൾ താൻ എന്റെ അടുക്കൽ വന്നിട്ട് തന്റെ ആ വേദനകളെല്ലാം തുറന്നു പറഞ്ഞു. 10 പൈസ ജീവിതത്തിലില്ല, എല്ലാം നഷ്ടത്തോട് നഷ്ടം, സകലതും തകർന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല. ദാവീദിനെ പോലെ അലഹിയാണ്. തന്റെ 2-3 കമ്പനികളുണ്ട്. തൊഴിൽ പ്രശ്നം നിമിത്തം എല്ലാം പൂട്ടിക്കെട്ടി, ആശ്രയം മറ്റു. അവിടെ എന്റെ അടുക്കലേക്ക് വരാനുള്ള വാഹനത്തിന്റെ കൂലി പോലുമില്ല. ഒരു വലിയ ധനികനായി ജീവിച്ചവൻ എല്ലാം നഷ്ടപ്പെട്ടു പോയി. താൻ എന്നോടൊരു ആലോചന ചോദിക്കാൻ വന്നതാണ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് തോളത്ത് കൊട്ടിക്കൊണ്ട് പറഞ്ഞു, 1 കൊരിന്ത്യർ 15:57 ഏറ്റു പറഞ്ഞേക്കണം. അതെന്താണെന്ന് ചോദിച്ചു. എന്റെ കർത്താവായ യേശു മുഖാന്തരം എനിക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാനതൊക്കെ മറന്നുപോയി. വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു. അടുത്ത കാലത്ത് അദ്ദേഹം മുളന്തുരുത്തി ഫെയ്ത്തോമിൽ വന്നു. എന്നെ കണ്ടുടനെ എന്നോട് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. ആ 1 കൊരിന്ത്യർ 15:57 എന്നോട് പറഞ്ഞില്ലേ, യേശു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്താണ് അതിന്റെ കാരണം? ഞാൻ ആ വചനം ഏറ്റു പറഞ്ഞു, ബ്രദർ, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടി. ഞാൻ ഒരു ഉയരങ്ങളിലേക്ക് എത്തി. ഒരു കമ്പനിയുടെ ബിസിനസിന്റെ ബന്ധത്തിലാണ് ഞാനിപ്പോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഗൾഫ് രാജ്യത്തിലാണ്. എന്നെ ഓർമ്മയുണ്ടോ? സംഭവം എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു. ഞാൻ ചോദിച്ചു, എങ്ങനെ രക്ഷപ്പെട്ടു? ഞാൻ എന്തിനിറങ്ങി തിരിച്ചാലും, ഞാൻ വാഹനം ഓടിക്കുമ്പോഴും, ഞാൻ ഓഫീസിൽ പോകുമ്പോഴും എന്റെ ആദരത്തിൽ ഒരേ ഒരു ശബ്ദമേ ഉള്ളൂ, എന്റെ കർത്താവായ യേശു മുഖാന്തരം എനിക്ക് ജയം തരുന്ന എന്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമുക്കതൊന്ന് ഏറ്റു പറയാം. യേശു നമ്മുടെ പടകിൽ വന്നിട്ടുണ്ട്. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ. ആഴത്തിൽ മുങ്ങിത്താണ് ജീവരക്ഷാർത്ഥം നിലവിളിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ കാര്യങ്ങളിൽ പിടിച്ച് ഒരമ്മ ആശ്വസിപ്പിക്കുമ്പോൾ ആശ്വാസം തരുവോ യേശു നിന്റെ പടകിലുണ്ട്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. അടുത്ത വാക്ക് എന്താണ്? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 28 തുടങ്ങിയുള്ള വാക്യങ്ങൾ എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. 8-ാം അധ്യായം 28 തുടങ്ങിയുള്ള വാക്യം വായിച്ചാൽ, അവൻ അക്കരെ ഗദരേനരുടെ ദേശത്തെത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറുകളിൽ നിന്ന് പുറപ്പെട്ട് അവന് എതിരെ വന്നു. ശ്രദ്ധിക്കുക, അടുത്തതായി യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നതിന്റെ അടുത്ത ഒരു അത്ഭുതം നിങ്ങൾക്ക് കാണാം ദൈവമക്കളെ. അതൊരു വിടുതലിന്റെ അനുഭവമാണ്. ഗസരദേശത്തേക്ക് കർത്താവായ യേശു പടകിൽ യാത്രയായി. യേശു ഗസരദേശത്ത് ചെന്നിറങ്ങുമ്പോൾ ഭൂതബാധിതരായ ചിലർ യേശുവിനെ എതിരിട്ടു. അവരുടെ ഈ സംഭവ ചരിത്രം മറ്റൊരു സുവിശേഷകൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആ ഭൂതബാധിതനായവൻ, അവൻ എത്ര വയസ്സുണ്ടെന്നും എവിടുത്തുകാരനാണെന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഇവൻ അർദ്ധനഗ്നനാണെന്നും, ഇവൻ കല്ലറയിൽ കിടന്നെന്നും, ഇവൻ സ്വയം കൈകാലുകളെ ചതച്ചെന്നും, ഇവൻ അലറിയെന്നും, ഇവനെ ബന്ധിക്കുന്ന ചങ്ങലകൾ ഇവൻ ഉരുമി ഒടിക്കുമെന്നും ആർക്കും അടുത്തുകൂടാത്ത വണ്ണമുള്ള ഭീകരതയേറിയവനുമാണ്. അവന് സുബോധം വരുമ്പോഴൊക്കെയും ഈ അന്ധകാര ശക്തിയിൽ നിന്ന് ഒരു വിടുതലില്ലയോ എന്ന് ചോദിച്ച് അവൻ ദൈവത്തോട് അലറുമായിരുന്നു. ആ അലർച്ച സിംഹാസനത്തിലെത്തിയപ്പോൾ ലോകത്തിലേക്ക് പിതാവ് അയച്ച വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ഈ ഒരുവനെ തേടി ഗസര ദേശത്തേക്ക് പോവുകയാണ്. ഇവൻ യേശുവിനെ കണ്ടുടനെ അലറി, മഹോന്നത ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിലെന്ത്? സമയത്തിനു മുൻപേ എന്നെ ദണ്ഡിപ്പിക്കുകയാണോ? ഇന്ന് രാത്രി ഗസര ദേശത്തെ ഭൂതബാധിതനെ പോലെ അന്ധകാര ശക്തിക്ക് അടിമയായി, ആഭിചാര ശക്തിക്ക് അടിമയായി, പാരമ്പര്യ ശാപത്തിന് അടിമയായി, ശവക്കല്ലറുടെ അവസ്ഥയോടെ, അർത്ഥനഗ്നതയുടെ അവസ്ഥയോടെ
അവസ്ഥയോട്, ഇരുമ്പ് ചങ്ങലയുടെ അവസ്ഥയോട്, തകർന്നുടഞ്ഞ വേദനയുടെ അവസ്ഥയോട്, സ്വയം ദണ്ഡിപ്പിക്കുന്ന അവസ്ഥയോട് ആരെങ്കിലും ഈ രാത്രിയിൽ ഉണ്ടെങ്കിൽ, ഗസര ദേശത്തെ ഭൂതത്തെ ശാസിച്ച് അവന് സുബോധം നൽകി അവനെ വസ്ത്രം ഉടുപ്പിച്ച് യേശുവിന്റെ പാദപീഠത്തിൽ ഇരുത്തിയ യേശു മലയിൽ നിന്ന് ഈ രാത്രി പന്തലിന് നടുവിലുണ്ട്. ഇത് നമ്മുടെ വിടുതലിന്റെ രാത്രിയാണ്. വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞത്. ഈ പിശാച് ബാധിതനായവന്റെ സംഭവ ചരിത്രം പഠിച്ചാൽ അവനിങ്ങനെ സുബോധം വരുമ്പോഴൊക്കെയും അലറി വിളിച്ചെന്ന്. പിശാച് ബാധിച്ച് ഭയങ്കര കഠിന വേദനയിലാലോ. 2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു അർദ്ധരാത്രി ഒരു 1:30 ദൈവമാക്കി ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് എവിടെ നിന്നോ വന്നിട്ട് ഉറങ്ങാതെ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു 1:30 ആയപ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ അടിച്ചു. ഞാൻ ആ ഫോൺ എടുത്തപ്പോൾ നല്ല ഒരു സാധുവായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് ഫോൺ ചെയ്തു, അച്ചായാ ഒന്ന് വരണമേ. ഞാൻ ചോദിച്ചു, എന്താ രോഗമാണോ പിശാചാണോ എന്നൊന്നും അറിയത്തില്ല. ഇവിടെ തറയിൽ ഇറങ്ങിക്കിടന്ന് അലറുകയാണ്, ഭയങ്കരമായിട്ട് അലറുന്നു. അയ്യോ പെട്ടെന്നൊന്ന് വരണം. ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും വെയ്ത്തോമിലൊന്ന് കൊണ്ടുവരാമോ? അയ്യോ വെയ്ത്തോമിലൊന്നും കൊണ്ടുവരാനൊക്കുന്ന അവസ്ഥയല്ലേ. ഞാനും എന്റെ കൂടെ ഉള്ളൊരു ബ്രദറുണ്ട്, എന്റെ ഒരു സഹായി, അദ്ദേഹവും ഞാനും കൂടെ ചേർന്ന് രാത്രിയിൽ അവിടെ ചെന്നു. ഒരു 1:30-2 മണിയായി. ഈ മനുഷ്യൻ നെടുവാടെ കിടക്കുകയാണ്, അലർച്ചയോട് അലർച്ച, ഭയങ്കര അലർച്ചയാണ്. ആ പഞ്ചായത്ത് മുഴുവൻ കേൾക്കാം. ഞാൻ അടുത്തോട്ട് ചെന്നു. എന്നെ കണ്ടോടനെ ഒരു വേദപുസ്തകമുണ്ട്, അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടന്ന് ഉരുളുകയാണ്. ഞാൻ അടുക്ക ചെന്ന് തോളത്ത് കൈവച്ചു, സത്താൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ എഴുന്നേറ്റു. ഞാൻ ചോദിച്ചു, ആരാണ്? അപ്പോൾ പറയാണ്, അച്ഛാ എനിക്ക് ശരിയായി, സുഖമായി, കാലിന് വേദന പോയി, കൈക്ക് വേദന പോയി, നെഞ്ചിന് വേദനയും പോയി. ഞാൻ ചോദിച്ചു, എന്താ വിഷയം എന്താന്ന് അറിഞ്ഞുകൂടാ അച്ഛാ? 2 ദിവസമായി കുറെ പാമ്പ് എന്റെ ചുറ്റും നടക്കുകയാണ്. ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോയപ്പോൾ അവിടെ ഒരു വൃക്ഷച്ചോട്ടിൽ ഒരു 5-6 പാമ്പിനെ ഞാനും കൂടുള്ളവരും തല്ലിക്കൊന്നു. അന്ന് ഞാൻ മരത്തിൽ നിന്ന് വീണ് എനിക്കൊരു കഷ്ടമുണ്ടായി. അന്ന് തുടങ്ങി ഈ ദുഷ്ടശക്തി എന്നെ കൊണ്ടു നടക്കുകയാണ്. അതെന്റെ ചുറ്റും നിന്ന് എന്നെ ഭീതിപ്പെടുത്തുകയാണ്. എപ്പോഴാണ് തുടങ്ങിയത്? രാത്രി 10 മണിക്ക് തുടങ്ങിയാണ്. അലറിക്കരയാണ്, ഭയപ്പെടുകയാണ്, ഭൂതബാധിതനായ ഒരു അവസ്ഥ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു. ഞാൻ ചെന്ന് തോളത്ത് തൊട്ടപ്പോൾ അദ്ദേഹത്തിന് സുബോധം വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താടാ, ഏത് ചെകുത്താനാണ്? ഏതോ കുട്ടി പിശാചാ, വലിയ പിശാചൊന്നുമല്ല. അവൻ പോയ വഴി എന്തോ ഒരു ചുമ്മാതൊരു പരിപാടി ഒപ്പിച്ചിട്ട് പോയതാ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഭൂതബാധിതൻ അലറും ദൈവമക്കളെ. ഇന്ന് രാത്രിയില് ഗസര ദേശത്ത് പോയി ഭൂതബാധിതനെ സൗഖ്യമാക്കി അവന് നീതിയുടെ അങ്കി കൊടുത്ത് യേശുവിന്റെ പാദപീഠത്തിൽ ഇരുത്തിയെങ്കിൽ ഈ രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവവൈദ്യരെ, ദൂരത്തും ചാരത്തും ഇരുന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവൈദ്യരെ, ദൈവത്തിന് അസാധ്യമാണ്.